ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ചിത്രം 3.6 നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നതതലത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തിരിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. വൃഷ്ടിപ്രദേശം. എന്താണ് വൃഷ്ടിപ്രദേശം? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. നീർത്തടം. ഒരു നദിയും അതിൻ്റെ പോഷകനദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് വിളിക്കുന്നു. ജലവിഭാജകമെന്നാൽ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷകനദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്കുദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ. ഇനി ഓരോ നദിയും ഉത്ഭവിക്കുന്നത്. മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മഹാനദിയുടെ പോഷകനദികൾ ഇബ്, ടെല്ല്. മഹാനദി ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. മഹാനദി ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷകനദികളാണ്. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി. ഗോദാവരി നദി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഇനി കൃഷ്ണ നദി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് കൃഷ്ണയുടെ പോഷകനദി. തുംഗഭദ്ര, ഭീമ, കൊയ്ന. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ കൃഷ്ണ നദി ഒഴുകുന്നു. കാവേരി. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി കാവേരിയുടെ പോഷകനദികളാണ്. കബനി, ഭവാനി, അമരാവതി. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കാവേരി ഒഴുകുന്നു. കർണാടകം, തമിഴ്നാട്, കേരളം. ഇനി കാവേരി നദീ ജലതർക്കം. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ, 1924 ഉണ്ടാക്കിയ കരാർ മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കും എന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇത് പ്രകാരം
419 TMC ജലം തമിഴ്നാടിന്. 419 TMC തമിഴ്നാടിന്. 270 TMC ജലം കർണാടകത്തിന്. 270 കർണാടകത്തിന്. 30 TMC ജലം കേരളത്തിന്. 30 TMC കേരളം. 7 TMC പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന് എന്ന തോതിൽ നിശ്ചയിച്ചു. 1 TMC എന്നത് 1000 ദശലക്ഷം ക്യൂബിക് അടി. ഇനിയും തർക്കം തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. ഗോദാവരി നദി ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1465 കിലോമീറ്റർ നീളം, 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലുപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത്. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവം ഉള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഇനി വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റ് നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവ് ഉണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കുകിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചെരുവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നതതടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ധുവാന്തർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു. നർമ്മദ നദി മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ ബഞ്ചാർ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് നർമ്മദ നദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത്. ഇനി താപ്തി നദി. മധ്യപ്രദേശിലെ മുൾതായ് കുന്നുകളിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർന. താപ്തിയുടെ പോഷക നദികൾ പൂർണ്ണ, ഗിർന. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് താപ്തി നദി ഒഴുകുന്നത്. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെ പ്രക്ഷോഭം ആരംഭിച്ചു. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിൻ്റെ നേട്ടങ്ങളാണ്. ഇനി ഗംഗയിലേക്കെത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച്
വടക്കോട്ടൊഴുകി യമുനാ നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്ന് ചേരുന്ന പ്രധാന നദികളിൽ ഒന്നാണ് ചമ്പൽ റവൈനുകൾ. എന്താണ് ചമ്പൽ റവൈനുകൾ? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഹിരാക്കുഡ് മഹാനദിയിലെ ഒരു നദീതട പദ്ധതിയാണ് ഹിരാക്കുഡ്. മഹാനദി ഒഡീഷ സംസ്ഥാനത്താണ് ഉള്ളത്. ഇനി കർണാടകത്തിലെ തുംഗഭദ്ര നദിയിലെ നദീതട പദ്ധതി തുംഗഭദ്ര. ഗുജറാത്തിലെ നർമ്മദ നദിയിലെ നദീതട പദ്ധതി സർദാർ സരോവർ. കർണാടകത്തിലെ കാവേരി നദിയിലെ നദീതട പദ്ധതി കൃഷ്ണരാജസാഗർ. ആന്ധ്രാപ്രദേശിലെ ഗോദാവരിയിലെ നദീതട പദ്ധതി നിസാം സാഗർ. ആന്ധ്രാപ്രദേശ് ഗോദാവരി നിസാം സാഗർ. കർണാടകത്തിലെ കാവേരി നദി കൃഷ്ണരാജസാഗർ. ഗുജറാത്തിലെ നർമ്മദ നദി സർദാർ സരോവർ. കർണാടകത്തിലെ തുംഗഭദ്ര നദി തുംഗഭദ്ര. ഒഡീഷയിലെ മഹാനദി ഹിരാക്കുഡ്. ഇനി വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശ്യങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണിവ. ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിൽ മുൻനിർത്തി ഇതിനെ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നിങ്ങനെ രണ്ടാക്കി. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിൽ പൊതുവെ കാണുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങൾ ഉണ്ട്. തേക്ക്, സാല്, ശിശം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. ഇനി 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണുള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോടടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലമെത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇലപൊഴിക്കും. വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറും. തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, മുളവർഗം തുടങ്ങിയവ ഇത്തരം സസ്യങ്ങളാണ്. ഉഷ്ണമേഖലാ മുൾക്കാട്. 75 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിൽ ഇത്തരം സസ്യജാലങ്ങൾ, മുൾക്കാടുകൾ കാണപ്പെടുന്നു.
അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ. പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക്, മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർധമരുഭൂമി പ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നു. ദക്ഷിണ പർവതവനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യനിര, നീലഗിരി കുന്ന് എന്നിവിടങ്ങളിൽ കാണുന്ന സസ്യജാലങ്ങൾ പൊതുവിൽ ദക്ഷിണ പർവതവനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഏറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവതമണ്ണ് എന്നിങ്ങനെ തിരിക്കാം. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിൽക്കുന്ന മണ്ണിനങ്ങൾ തനതിട മണ്ണിനങ്ങൾ. ഉദാഹരണം കറുത്ത മണ്ണ്. എന്നാൽ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിന് എക്സാമ്പിളാണ് എക്കൽ മണ്ണ്. ഇനി എന്താണ് കറുത്ത മണ്ണ്? ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. കറുത്ത മണ്ണ് റിഗർ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ചെമ്മണ്ണുണ്ടാകുന്നു. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിൻ്റെ പ്രധാന കാരണം. ഇനി ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്ന്, വിന്ധ്യ, സത്പുര പർവതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടക്ക തുടങ്ങിയ തോട്ടവിളകൾക്ക് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. ഇനി എന്താണ് പർവതമണ്ണ്? ദക്ഷിണേന്ത്യയിൽ പർവതമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമ പൂർവഘട്ട മലനിരകളിലാണ്.
കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവതമണ്ണ് അനുയോജ്യമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി. സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കൽ കാർന്നെടുത്ത മേൽമണ്ണ്, ചെങ്കുത്തായ ചെരിവ്, മേൽമണ്ണിൻ്റെ കനം കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെ കുന്ന് തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകൂ. പശ്ചിമഘട്ടനിരകളിലെ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയ തോട്ടങ്ങൾ വ്യാപകമാണ്. എന്നാൽ മലഞ്ചെരിവുകൾ തട്ടുകളാക്കി നെൽകൃഷിയടക്കം സാധ്യമാക്കുന്നുണ്ട്. ഇനി കാപ്പി. കർണാടകമാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപാദനത്തിൻ്റെ 71% കർണാടകത്തിലാണ്. ഉൽപാദനത്തിൽ 22% കേരളം രണ്ടാം സ്ഥാനത്ത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ ഇനം കാപ്പികളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇനി തേയില. പീഠഭൂമിയിലെ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. നീലഗിരി കുന്നുകളിലെ പശ്ചിമഘട്ട നിരയിലുമാണ് തേയില കൃഷിയുള്ളത്. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിൻ്റെ 25%, തോട്ടവിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിൽ അനുബന്ധ വ്യവസായങ്ങളിലുമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ഒരു ബോക്സിൽ ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുക്കൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചു. മുസ്ലിം പുരോഹിതനായ ബാബു ബുദ്ധാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് കർണാടകത്തിലെ ചിക്കമംഗലൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബുദാൻ കുന്ന് എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായങ്ങളും കൂടുതൽ വികസിച്ചു. ഇനി കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയൊരുക്കുന്നത് ഡക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഡക്കാനിലെ അനുകൂല ഘടകങ്ങളാണ് ഡക്കാനിലെ കറുത്ത മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും. ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിൽ താരതമ്യേന ഉയർന്ന അളവിലുള്ള സുക്രോസ് അംശം. ഇനി പരുത്തി എന്നത് ഒരു ഖാരിഫ് വിളയാണ്. എങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിലെ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല. 21 മുതൽ 31 വരെ താപനില. 21-31 താപനില പരുത്തിക്ക്. 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. ഡക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഡക്കാൻ, മാൾവ പ്രദേശങ്ങളിലെ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്താണ്. പരുത്തി ഗുജറാത്ത്. മഹാരാഷ്ട്ര 2-ാം സ്ഥാനം.
ഇനി ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങി ധാരാളം അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണിവിടെ. ധാതുവിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതുമേഖലകളായി തിരിച്ചത് 5 എണ്ണാണ്. അതിൽ 1 വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം. വടക്കുകിഴക്കൻ ഏറ്റവും വലിയ ധാതുമേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ്. ഇനി മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിള്, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. ദക്ഷിണമേഖല. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെട്ട ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മേഖല എന്നാൽ പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവ ധാരാളമായി കാണപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മേഖല പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്നതാണ്. വടക്കു പടിഞ്ഞാറൻ മേഖല രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും. രാജസ്ഥാനിലെ ആരവല്ലി നിര അതിനോട് ചേർന്നിരിക്കുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങൾ. ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം മൈക്ക. ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം മൈക്ക എന്നിവയാൽ സമ്പന്നമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതം. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണ് ഉള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തി വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.